ഹായ് ഓൾ. ഞാനിന്ന് സാധാരണഗതിയിൽ വരുന്ന പോലെ അമ്മമാസ് കിച്ചൻ്റെ ഒരു പതിവ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. മറിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നമ്മുടെ ന്യൂസ് ചാനൽസിൽ നിന്ന് ആ ന്യൂസുകളൊക്കെ ഇങ്ങനെ പതുക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടെങ്കിലും അതെൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളത്. ആ ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മലയാളി പെൺകുട്ടികളുടെ ആത്മഹത്യ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ തന്നെ ഒരു 4-5 കേസുകൾ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും വിദേശത്തായിട്ടും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി ഹറാസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ന്യൂസിൽ നിന്ന് അപ്രതീക്ഷിതമായി എന്നുള്ളത് കൊണ്ട് നമ്മളത് യഥാർത്ഥത്തിൽ മറന്നു പോകേണ്ട ഒരു കേസാണോ? കാരണം നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമ്മൾക്ക് വെറും വാർത്തകൾ മാത്രമാണ്, അല്ലെങ്കിൽ വെറും കഥകൾ മാത്രമാണ് എന്നുള്ള പോലെ ഈ കാര്യത്തിനെ നമ്മൾ അങ്ങനെ എടുക്കേണ്ടതാണോ? കാരണം എല്ലാ വീട്ടിലും പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇതൊരു ലഘൂകരിക്കേണ്ട വിഷയമല്ല. ചാനൽസ് ഈ ഒരു ന്യൂസ് എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതിനെ മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചത്. ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരുന്നതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ആളുകളും കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയധികം വിദ്യാഭ്യാസമുള്ള, ഇത്രയധികം വിവേകമുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് നിയമസാധ്യതകൾ ആശ്രയിക്കാതെ കണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു? വൈ എന്നുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് ആത്മഹത്യ എന്നൊരു ചോദ്യം കുറേ പേര് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു. എന്തുകൊണ്ടായിരിക്കും യഥാർത്ഥത്തിൽ പറക്കാൻ ആഗ്രഹിക്കുന്ന ഈ സ്ത്രീ ജന്മങ്ങൾ മതി, നിർത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക? സംടൈംസ് ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഓഫ് ദെയർ പാർട്ട്നേഴ്സ്. കാരണം നമ്മൾ പല കേസസിൻ്റെയും ബാക്ക് സ്റ്റോറീസ് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട്നേഴ്സ് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒരുപാടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. ഇതിനെപ്പറ്റി കുറേ പേർക്കെങ്കിലും അറിയുമായിരിക്കും, എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത്. അപ്പം ഇതിൽ ഇത്തരത്തിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് അവരുടെ ഒരു ബേസിക് നേച്ചർ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവരാണ് മറ്റുള്ള എല്ലാവരെക്കാളും സുപ്പീരിയർ എന്നും അവരെപ്പോഴും അപ്രിസിയേഷനും അതുപോലെ അംഗീകാരവും ആ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ ഉപയോഗിക്കാനും അതുപോലെ ചെറിയൊരു തരത്തിലുള്ള ക്രിറ്റിസിസം പോലും ഏറ്റെടുക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള തരത്തിലുള്ള ആളുകളെയാണെന്നല്ല, അത്തരത്തിൽ ഒരു ഡിസോർഡർ ഉള്ള വ്യക്തികളെയാണ് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ എന്ന് പറയാം. അപ്പോൾ ഇത് മാത്രമല്ല, അതായത് ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമല്ല. അതായത് ഗ്രാൻഡിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണോ മറ്റുള്ളവരെക്കാളും സുപ്പീരിയർ, എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ അംഗീകാരങ്ങളും എല്ലാം എനിക്കായിരിക്കണം, എല്ലാ അറ്റൻഷനും എനിക്കായിരിക്കണം. അവർക്കൊരിക്കലും മറ്റൊരു സഹജീവിയെ അവരോളം സ്നേഹിക്കാൻ കഴിയില്ല. സഹതാപം, ഈ പറഞ്ഞ എമ്പതി എന്നൊക്കെ പറയുന്നതൊക്കെ അവർക്ക് 0% ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ പുറമേ നിന്ന് കാണുന്ന സമയത്ത് ഭയങ്കര അപ്പീലിംഗ് ആയിരിക്കും. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് നമുക്ക് തോന്നും. അത്തരത്തിലാണ് അവരുടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ഉണ്ടാവുക. കാരണം എപ്പോഴും അവർക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവരെ പറ്റി പറയണം എന്നുള്ളത് കൊണ്ട് അവരൊരു സോഷ്യൽ വാലിഡേഷൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവരെ കാണിക്കാൻ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡീസ് പറയുന്നത് സംടൈംസ് ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ജെനറ്റിക്സ് ഓർ ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ന്യൂറോബയോളജിക്കൽ റീസൺസ്, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ അവർക്ക് ഉണ്ടാവുന്ന ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന പാർട്ട്നേഴ്സ് അനുഭവിക്കുന്ന
കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അത് അവർക്ക് ആരോടും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ വാലിഡേഷൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തിയെ പറ്റിയിട്ട് പറയുന്ന യാതൊരു കാര്യവും അവർക്ക് ചുറ്റും ഉണ്ടാവുന്ന, അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൊസൈറ്റി ഒരു കാലത്തും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഈ പറഞ്ഞ വ്യക്തികൾ അത്തരത്തിലായിരിക്കും മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുക. പക്ഷേ ഇതെല്ലാം അവരവരുടെ ഒരു സെൽഫ് അംഗീകാരത്തിന് വേണ്ടി മാത്രമാണ്. മറ്റുള്ള ആൾ കണ്ടോ ഹൗ പെർഫെക്റ്റ് ഹീ ഈസ്, അല്ലെങ്കിൽ എത്രമാത്രം സ്മാർട്ടാണ് എന്നുള്ള ആ ഒരു അംഗീകാരം കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ സൊസൈറ്റിക്കകത്ത് ഇത്രയും ബെറ്ററായിട്ട് പെരുമാറുക. പക്ഷേ ദേ ഓൾവേസ് നീഡ് എ സ്ലേവ്. അത് ഇമോഷണൽ ആയിക്കോട്ടെ, ഫിസിക്കൽ അബ്യൂസിനായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലേവ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദ നാർസിസ്റ്റിക് പേഴ്സൺസ് ഓൾവേസ് പ്രിഫർ എ മാരേജ്. കാരണം മാരേജ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്നത് കേട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിമ. അവർ വരാൻ പറഞ്ഞാൽ വരണം, അവർ പോകാൻ പറഞ്ഞാൽ പോകണം. അത്തരത്തിലുള്ള ഒരു സ്ലേവറി സിസ്റ്റം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദേ ആർ യൂഷ്വലി ഗെറ്റിംഗ് ഇൻ ടു എ മാരേജ്. അത് മാത്രമല്ല, അവർക്ക് ഒരു ഇൻലോസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇൻകം, അതും ഇത്തരത്തിലുള്ള ആളുകൾ മാരേജ് പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണമാണ്. ഇതിന് പുറമെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു സോഷ്യൽ വാലിഡേഷൻ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ആളുകൾ പരസ്പരം അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രായം എത്തുമ്പോൾ അവർ ജോലി നേടണം, കല്യാണം കഴിക്കണം, കുട്ടികളാവണം. അപ്പോൾ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഈ പറഞ്ഞ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയി പെടുന്ന വിക്ടിം പാർട്ട്നേഴ്സിൻ്റെ അവസ്ഥ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര ദാരുണമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നാർസിസ്റ്റുകളെ വിവാഹം ചെയ്യുന്ന വിക്ടിം പാർട്ട്ണറിന് ആദ്യത്തെ കുറച്ച് നാളുകൾ ഓക്കെ ആയിരിക്കും. കാരണം ആ നാളുകളിൽ ഈ പറഞ്ഞ നാർസിസ്റ്റുകൾ ഈ വിക്ടിം എത്രത്തോളം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യും, ഇവർ കൊടുക്കുന്ന പ്രഷർ എത്രത്തോളം ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് പഠിക്കാനെടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ പറഞ്ഞ നാർസിസ്റ്റുകൾ ഭയങ്കര ചാമിങ് ആയിട്ട് ഈ വിക്ടിം പാർട്ട്നേഴ്സിന് തോന്നും. പക്ഷേ കാലക്രമേണ അവർ കാണിക്കുന്ന ഓരോ ചെറിയ ചെറിയ ഷോക്കിന് ശേഷവും ഈ വിക്ടിം പാർട്ട്ണറിനോട് അവർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലവ് ബോംബിങ്. ഇവർ തന്നെ പറഞ്ഞ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായ ശേഷം ഈ പറഞ്ഞ നാർസിസ്റ്റുകൾ വിക്ടിം പാർട്ട്ണറിനോട് പോയിട്ട്, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയോ, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും എത്രയോ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെയുള്ള ഭയങ്കര ക്ലീഷേ ലവ് ബോംബിങ് ഇവർ ചെയ്യും. ഇതിനകത്ത് അത്യാവശ്യം സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പാർട്ട്ണർ വീണ് പോവാറാണ് പതിവ്, അല്ലെങ്കിൽ ഇവർ വീഴ്ത്തും. അതിന് മാത്രമുള്ള ടാലൻസ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്കുണ്ട്. ഇനി ഇതിന് പുറമെ അവർ ഈ വിക്ടിം പാർട്ട്ണറിനോട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് സാധകമാവുന്ന രീതിയിൽ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ ഇവർ ചെയ്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ നാർസിസ്റ്റുകൾ ചെയ്ത ഒരു കാര്യം ഈ വിക്ടിം പാർട്ട്ണറെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്നിരിക്കട്ടെ, വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് അവർ പറയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ലല്ലോ എന്ന്. സോ ദാറ്റ് ഈ വിക്ടിം പാർട്ട്ണർ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ലേ, അതോ അവർ വെറുതെ പറയുന്നതാണോ. അതായത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവർക്ക് സാധകമാകുന്ന രീതിയിലുള്ള മാനിപ്പുലേഷൻ, അതിൽ ഇവർ വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെയൊക്കെ നടന്ന കാര്യങ്ങളെ നടന്നില്ല എന്നും പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞില്ല എന്നും നിനക്ക് വെറുതെ തോന്നുന്നതാണ്, നിനക്ക് തമാശയും കാര്യം തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ ഈ പറഞ്ഞ നാർസിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോൾ പാർട്ട്നേഴ്സ്, ഈ വിക്ടിം പാർട്ട്നേഴ്സ് സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. എൻ്റെ മെമ്മറിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, അതോ ഞാൻ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമാണോ, അതോ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല, ഞാനായിട്ട് ആലോചിച്ച് കൂട്ടുന്നതാണോ എന്നുള്ള തോന്നലൊക്കെ സ്വാഭാവികമായിട്ടും ഈ വിക്ടിം പാർട്ട്നേഴ്സിനുണ്ടാവും.
ഇതിനോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഇഷ്യൂവും ഇല്ലാതെ കണ്ട് ഇവർ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കും. അപ്പം ഈ പറഞ്ഞ വിക്ടിം പാർട്ട്ണർ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, എന്തെങ്കിലും എൻ്റെ ഭാഗത്തുള്ളൊരു ഇഷ്യൂ കൊണ്ടാണോ ഇവർ ഇങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് മിണ്ടാത്തത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള തോന്നലുകൾ ഇവരുടെ ഗിൽട്ട് കോൺഷ്യസ്നെസ്സിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ വിക്ടിം പാർട്ട്നേഴ്സിൻ്റെ ഗിൽട്ട് കോൺഷ്യസ്നെസ്സിനെ ഇവർ വല്ലാതെ കണ്ട് ട്രിഗർ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇത് കൂടാതെ തന്നെ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യുക. വിക്ടിം പാർട്ട്നേഴ്സിൻ്റെ സപ്പോർട്ട് സിസ്റ്റമായിട്ടുള്ള പേരൻസോ ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇടപഴകുന്ന ഒരു സൊസൈറ്റിയിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തപ്പെടുക. അങ്ങനെ മൊത്തത്തിൽ ഇവരെ വിക്ടിം പാർട്ട്നേഴ്സിനെ ഒരു എക്ഷ്യലിലേക്ക് ആക്കുക എന്നുള്ളതാണ് മെയിൻലി ഈ പറഞ്ഞ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പാർട്ട്നേഴ്സ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് ആരോടത്തും പോയി പറയാനോ അല്ലെങ്കിൽ ഒരു സഹായം തേടാനോ പറ്റാത്ത ലെവലിലേക്ക് ഇവർ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ നാർസിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യം. ഈ പറഞ്ഞ നാർസിസ്റ്റുകൾക്ക് എപ്പോഴും അനുസരണാശീലമുള്ള ഒരു പാർട്ട്ണറിനെയാണ് ആവശ്യം. അപ്പോൾ ഈ വിക്ടിം പാർട്ട്ണർ ഈ നാർസിസ്റ്റിക് പാർട്ട്ണർ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെ കൊണ്ട് പറഞ്ഞാലാണോ ഇവർ കേൾക്കുക അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവർ സെൽഫ് ക്വസ്റ്റ്യൻ ചെയ്യുക, ഇവരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുക, എപ്പോഴും ഈ വിക്ടിം പാർട്ട്ണറിനെ ക്രിട്ടിസൈസ് ചെയ്യുക, നിനക്ക് വിവരമില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ബോധമില്ല, ഇമ്മച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ രീതിയിലുള്ള ക്രിറ്റിസിസം ഇവരിങ്ങനെ നാൾക്ക് കേട്ട് ഒരു ലെവലാവുന്ന സമയത്ത് അവർക്ക് തന്നെ അവരെ കൺഫ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ആയി മാറും. ഇതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന ഒരു സംഭവം, ഇവരുടെ ചുറ്റുമുള്ള ഞാൻ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബ്രേക്ക് ആവാതെ നിൽക്കുന്ന ചില സപ്പോർട്ട് സിസ്റ്റത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ പേരൻസ് ആയിരിക്കട്ടെ, ചിലപ്പോൾ കൂടപ്പിറപ്പുകളാവട്ടെ, ഇവരെയൊക്കെ പല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുക. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമ്പോഴും ഇവരൊരിക്കലും വിക്ടിം പാർട്ട്ണറിനെ ഇമോഷണലായിട്ടോ ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യില്ല. ഇവരെപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോഷ്യൽ വാലിഡേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ദേ വിൽ ബി എക്സ്ട്രാ ചാമിങ്. അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡ്രസ്സിങ്സിലായാലും ആക്സസറീസിലായാലും എല്ലാം ദേ വിൽ ഡു ദ ബെസ്റ്റ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദെയർ പാർട്ട്ണർ അവരതിനെപ്പറ്റി ഒട്ടും കെയർഡ് അല്ല. അവരെങ്ങനെ നടന്നാലും കുഴപ്പമില്ല. അതേപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാർട്ട്ണറാണ് വിക്ടിം എങ്കിൽ അവരുടെ സാലറി ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക് പൈസയൊക്കെ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നുള്ള പതിവ് മറ്റേ സിമ്പതി ഡയലോഗ്സ് ഒക്കെ ഇട്ടിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയും അടിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഈ വിക്ടിം പാർട്ട്ണർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സീറോ ആയിട്ടായിരിക്കും. ഫിനാൻഷ്യലി ഫിസിക്കലി മെൻ്റലി ഇവർ സീറോ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് കാലമായിട്ടുള്ള ഇവരുടെ ഈ ഇമോഷണൽ ആയിട്ടുള്ള റോളർ കോസ്റ്ററിൽ കൂടെ കടന്നുപോയി സെൽഫ് ക്വസ്റ്റ്യൻ ചെയ്ത് ഇവർക്ക് ഇവരുടെ പേഴ്സണാലിറ്റീനെയും സ്വന്തം നിലപാടുകളെയും അതുപോലെ അവരുടെ ശരി തെറ്റുകളെയും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങും. ഈ വിക്ടിം പാർട്ട്നേഴ്സ് സ്വയം ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങും. തുടങ്ങുന്ന ആ ഒരു മൊമെൻറ്റിൽ തൊട്ട് വിക്ടിം പാർട്ട്ണർ കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരിക്കും. കാരണം ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ്, ഞാൻ ശരിയാണോ, ഞാൻ തെറ്റാണോ എന്നുള്ളൊരു ടോട്ടൽ കൺഫ്യൂസിങ് സ്റ്റേറ്റ്. ഇതിന് പുറമെ ഈ പറഞ്ഞ ശരി തെറ്റുകൾ നമ്മുടെ ആധുനിക സമൂഹം തെറ്റാണ് എന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന പല കാര്യങ്ങളും പല മതഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും കൂടെ ഇവർ കൂട്ടിച്ചേർത്ത് ഈ പറഞ്ഞ നാർസിസ്റ്റുകൾ വിക്ടിം പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് പോയി കണ്ടില്ലേ ഇന്ന മതത്തിൽ ഇന്നത് ശരിയാണെന്ന് പറയുന്നുണ്ട്, അപ്പോൾ നീ ചെയ്തത് തെറ്റാണ്. അപ്പോൾ സോ ദാറ്റ് എഗെയിൻ ഷീ സ്റ്റാർട്ടഡ് ടു ക്വസ്റ്റ്യൻ ഹെർ സെൽഫ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പല ക്യാരക്ടറൈസേഷൻ കൊണ്ടോ ഇവർ പല രീതിയിലും വിക്ടിം പാർട്ട്നേഴ്സിനെ സ്ഥിരം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ടിന്യൂസ്
ഇമോഷണൽ റോളർ കോസ്റ്ററിൽ കൂടെ അവൾ സഞ്ചരിച്ച് ഒരു പോയിന്റിൽ അവൾക്ക് അവളുടെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെടും. അവളുടെ ബിഹേവിയറൽ പാറ്റേണിൽ ഡിഫറൻസസ് വരും. അവൾ ഒരിക്കൽ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന പലതും അവൾക്ക് പിന്നീട് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് അവൾ പോകും. പതിയെ എന്തിനാണ് എന്നറിയാത്ത ഒരു രീതിയിലുള്ള ഒരു പാനിക് അറ്റാക്ക് അവൾക്ക് വരും. കാരണം സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ഔട്ട് ബേസ്റ്റ് അവിടെ നടക്കും. അതുകൊണ്ട് അവൾ എപ്പോഴും അവളുടെ ബോഡി അല്ലെങ്കിൽ മൈൻഡ് എപ്പോഴും ഒരു ഡിഫൻസ് മെക്കാനിസം ഓണാക്കുന്ന രീതിയിലായിരിക്കും ഓൾവേസ് അവൾ ഉണ്ടാവുക. അതുപോലെ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതിനെല്ലാത്തിനും പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മെമ്മറി ലോസ്. കാരണം സ്ഥിരമായിട്ട് വരുന്ന ഈ മാനിപ്പുലേഷൻ കാരണവും ഗ്യാസ് ലൈറ്റിങ്ങും കാരണവും ഇവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും അവർ പറഞ്ഞതാണോ അതോ എനിക്ക് തോന്നിയതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാരണം മെമ്മറി ഇഷ്യൂസ് വരെ അവൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ട്രോമ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ട്രോമ ബോണ്ട് എന്ന് പറയുന്നത് പലർക്കും അറിയാമായിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിഡ്നാപ്പർ ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് കുറേ നേരം ഇരുന്ന ശേഷം അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണമോ കുടിക്കാൻ ഇച്ചിരി വെള്ളമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ കിഡ്നാപ്പറിനോട് തോന്നുന്ന ഒരു തരത്തിലുള്ള ബോണ്ടാണ് ട്രോമ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബോണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വിക്ടിം പാർട്ട്ണറിന് നാർസിസ്റ്റിക് പാർട്ട്ണറിനോട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ട്രോമ ബോണ്ട് നിലനിൽക്കുന്നത് കൊണ്ട് അവൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാനും സാധിക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും ലവ് ബോംബിങ്ങും കാരണം അവൾക്ക് അതിനകത്ത് തുടരാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഈ ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തുമ്പോഴത്തേനും അവൾ ഏകദേശം അവളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും ഫാമിലീസിൽ നിന്നും ഒക്കെയും ഒരു ഐസൊലേഷൻ അവൾ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ടാകും. കാരണം അവൾക്ക് അവളുടെ കോൺഫിഡൻസ് ഇല്ല, സെൽഫ് എസ്റ്റീം ഇല്ല, അവളുടെ പേഴ്സണാലിറ്റി തന്നെ എന്താണ് എന്നുള്ളത് അറിയാത്ത രീതിയിലേക്ക് അവൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും ആ സമയം കൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിൽ കൂടെ പോയി അവസാനം അവൾ എത്തുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് അബ്യൂസറിൻ്റെ കണ്ടീഷനിലേക്ക് അവൾ എത്തും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് പറഞ്ഞാലും അവൾ ഒന്നില്ലെങ്കിൽ അൺകൺട്രോളബിളായിട്ട് കരയാൻ തുടങ്ങും, നിർത്താൻ പറ്റാത്ത രീതിയിൽ കരച്ചിൽ തുടങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ഫുൾ വോളിയം എടുത്ത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും, ഹാർഷായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഇതെല്ലാം ഒരു റിയാക്റ്റീവ് അബ്യൂസ് എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത്രയും തുടർച്ചയായിട്ട് വരുന്ന ഈ പറഞ്ഞ നാർസിസ്റ്റുകളുടെ കുരുത്തക്കേട് കാരണം അവളിലേക്ക് വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. പക്ഷേ ഈ നാർസിസ്റ്റുകൾ അത് വളരെ തന്ത്രപരമായി ഉപയോഗിക്കും. ഇവരിതെല്ലാം എവിഡൻസ് ആക്കി എടുത്ത് ഇവർ വീണ്ടും സൊസൈറ്റിയുടെ മുമ്പിൽ നല്ല ആളാവാൻ വേണ്ടി, കണ്ടില്ലേ അവൾ അനാവശ്യമായിട്ട് അലറി വിളിക്കുന്നു, അവൾ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ വെറുതെ ഒരു കാര്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതെല്ലാം എവിഡൻസ് ആക്കി ഇവർക്ക് കാണിക്കേണ്ട അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇവരത് പ്രദർശിപ്പിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിക്ടിം പാർട്ട്ണർ യഥാർത്ഥത്തിൽ ഒരു അബ്യൂസറായിട്ടും യഥാർത്ഥത്തിലുള്ള നാർസിസ്റ്റ് ഒരു വിക്ടിമായിട്ടും മാറുകയാണ്. അതായത് ഒരു വിക്ടിം കാർഡ് പ്ലേ ആയിരിക്കും സൊസൈറ്റിയുടെ മുമ്പിൽ ഇവർ നടത്തുക. ഈ ഒരു കാര്യത്തിനൊക്കെ സയൻറ്റിഫിക്കലി പേരിട്ട് വിളിക്കുന്നത് ഡാർവോ എഫക്റ്റ് എന്നാണ്. അതിന് കുറേ ഫുൾ ഫോമൊക്കെ ഉണ്ട്. അപ്പം അതായത് ഇവർ ചെയ്ത ഒരു കാരണം കൊണ്ട് അവൾ റിയാക്ട് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ മാത്രം എവിഡൻസ് ആക്കി വെച്ചിട്ട് മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ ഈ നാർസിസ്റ്റുകൾ എത്തിക്കും. അപ്പം ഈ ഒരു രീതിയുടെ തുടർന്നുള്ള ഒരു സ്റ്റേറ്റാണ് സൂയിസൈഡൽ തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസത്തെ 2 ദിവസത്തെ കാര്യമില്ല. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അവൾ അനുഭവിക്കുന്ന ഒരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഉണ്ടാവുന്ന അനുഭവങ്ങൾ കാരണം ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ടു എൻഡ് ഹെർ ലൈഫ്. ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു നശിച്ച ജീവിതത്തിൽ കൂടെ പോകുന്നതിനേക്കാളും നല്ലത് എന്ന് അവൾ വിചാരിക്കും. ഇതൊരിക്കലും അവൾക്ക് വിവരമില്ലാത്തതുകൊണ്ടോ വിവേകമില്ലാത്തതുകൊണ്ടോ നാട്ടിലുള്ള നിയമസംഹിതയെ പറ്റിയിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് ഷീ ഓൾവേസ് സെൽഫ് ക്വസ്റ്റ്യനിങ് ഹെർ സെൽഫ്. ഇത്തരത്തിൽ ഉള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിരന്തരം ഇരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് ആത്മഹത്യയാണ് എന്ന് വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് ഇവൾ എത്തുമ്പോൾ ഇവളുടെ കൂടെ നിൽക്കേണ്ട ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കണം
ഇവളുടെ ഫാമിലി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വെൻ ദ വിക്ടിം പാർട്ട്നർ സ്റ്റാർട്ടഡ് ടു റിയലൈസ് ദാറ്റ് ഞാൻ ജീവിക്കുന്നത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് എന്ന് റിയലൈസ് ചെയ്യുന്ന ആ നിമിഷം അവൾ വേറെ ചില കാര്യങ്ങളും കൂടെ റിയലൈസ് ചെയ്യും. അവൾ അപ്പോൾ നിൽക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സീറോയിലാണ് എന്നുള്ളത്. അവൾ ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി, ഫിനാൻഷ്യലി അവൾ സീറോയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവൾക്ക് പുറത്ത് വരാൻ ഏത് രീതിയിലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവൾ എത്തിപ്പെടും. ഈ ഒരു സാഹചര്യത്തിലാണ് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്നെ ഈ രാത്രി ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോകണം അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രാത്രി പകൽ നോക്കാതെ വിളിച്ചുകൊണ്ട് വരാൻ പേരൻസിന് സാധിക്കണം. കോടികൾ ചിലവാക്കി, കോടികൾ സ്ത്രീധനം നൽകി കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മകള് ഇനി അവളുടെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കേണ്ടതില്ല എന്ന് ഒരു പേരൻസ് വിചാരിക്കുവാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ മകളുടെ അന്ത്യം അന്നായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ നാർസിസ്റ്റുകളുടെ വിക്ടിം പാർട്ട്ണറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫാമിലിയുടെ സപ്പോർട്ടാണ്. വിക്ടിംസിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടും ഐസൊലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും നിങ്ങളുടെ മകളാണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്ന് പറയുമ്പോൾ എൻ്റെ മകൾ ഒരു പ്രോബ്ലം ക്രിയേറ്റർ അല്ല, അവൾ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്ന് ധൈര്യസമേതം പറയാൻ അച്ഛനും അമ്മയും അവൾക്കുണ്ടാവണം. ഇവള് എൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി ശരിയല്ല, ഇവള് ഓൾവേസ് പ്രോബ്ലമാണ്, ഇവൾ ഓൾവേസ് സൗണ്ട് ഉണ്ടാക്കുന്നു, ഇവള് അലറി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നിട്ടും നിങ്ങളൊന്നും അവളെ ചെയ്യാതെയും അവൾ വെറുതെ റിയാക്ട് ചെയ്തോ? ഒരു കാരണവുമില്ലാതെ ഒരു റിയാക്ഷൻ അവളിൽ നിന്നുണ്ടായോ? എന്തുകൊണ്ടൊരു റിയാക്ഷൻ അവളിൽ നിന്ന് ഉണ്ടായി? വൈ? ഏറ്റവും കൂടുതൽ നാർസിസ്റ്റുകൾ ഭയക്കുന്ന ഒരു ചോദ്യമാണ് വൈ. എന്തുകൊണ്ട് അത്തരത്തിൽ സംഭവിച്ചു? അങ്ങനെ ചോദ്യം ചെയ്യാൻ നല്ല ഉശിരുള്ള കൂടപ്പിറപ്പുകൾ വേണം. നിന്റെ ജീവിതത്തിൽ നീ എന്ത് തീരുമാനമെടുത്താലും നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു അഷുറൻസ് അവൾക്ക് നിരന്തരം നൽകാൻ ഫാമിലിക്ക് സാധിക്കണം. കുറ്റപ്പെടുത്തുമ്പോഴും കുടുംബക്കാർ മുഴുവൻ നിന്ന് ഇങ്ങനെ ഡിവോഴ്സായിട്ട് മകള് വീട്ടിൽ വന്നിരുന്നാൽ അത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ബാധിക്കും എന്ന് കുടുംബക്കാർ പറയുമ്പോൾ എൻ്റെ മകള് തളർന്നിരിക്കുമ്പോൾ അവളുടെ കൂടെ ഞാനിപ്പോൾ നിന്നില്ലെങ്കിൽ വേറെ ആരും അവളുടെ കൂടെ നിൽക്കാനില്ല, അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കും എന്ന് പറയാനും അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവൾ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് എന്ന് സമൂഹം ഈ പറഞ്ഞ പേരൻസിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ വീട്ടിൽ നിന്ന് അവളുടെ മൃതശരീരം കൊണ്ടുവരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് എൻ്റെ മകളെ ഞാൻ ജീവനോടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ കൂടെ എൻ്റെ മരണം വരെ എൻ്റെ കൂടെ താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ധൈര്യസമേതം മകളെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സംഭവിച്ച പല മരണങ്ങളും സംഭവിക്കില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മകള് കരയുമ്പോഴും അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ ഇവൾ കാണിക്കുന്ന ഭ്രാന്തമായ ആക്ടിവിറ്റീസിന് ശേഷം ഒരു സൂയിസൈഡൽ തോട്ട്സിലേക്ക് പോവാതിരിക്കാൻ ഒരു അമ്മ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മ പറയണം, നീ കരഞ്ഞോ അല്ലെങ്കിൽ നിന്റെ ഇമോഷൻസിനെ നീ എങ്ങനെ വേണമെങ്കിലും പുറന്തള്ളിക്കോ, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നീ ഞങ്ങളിലേക്ക് തിരിച്ചു വരണം. കാരണം നിന്നെ മാത്രം സ്നേഹിക്കുന്ന ചില ജന്മങ്ങൾ ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട്, നീ ഞങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ ഒരു അമ്മയ്ക്കും സാധിച്ചാൽ ഇത്തരത്തിലുള്ള മരണങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാമായിരുന്നു, ഇല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫാമിലിക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കാൻ സാധിക്കാത്തത്? അമ്മ ഈ രാത്രി എന്നെ കൂട്ടിയിട്ട് പോ എന്ന് പറയുമ്പോൾ ആ രാത്രി അവളെ പോയി വിളിക്കാൻ എന്തുകൊണ്ട് ഒരു അമ്മയ്ക്ക് സാധിക്കുന്നില്ല? ഇതിനെല്ലാം ഞാനടക്കമുള്ള സൊസൈറ്റി ആണോ കാരണം? അല്ലേ? കാരണം രാത്രിയിൽ ഞാൻ എൻ്റെ മകളെ വിളിക്കാൻ പോയാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? മെയിൻ ക്വസ്റ്റ്യൻ. ഒരു രാത്രി ഒരു സ്ത്രീയായ ഞാൻ ഇങ്ങനെ എൻ്റെ മകളെ വിളിക്കാൻ അങ്ങോട്ട് പോകും? അടുത്ത ചോദ്യം. അപ്പോൾ ഇതെല്ലാം ആയിരിക്കാം, അതായത് ഒരു സോഷ്യലി വരുന്ന പ്രഷറായിരിക്കാം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ, ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ. ഓരോരുത്തരുടെ ജീവിതം
അവരവർക്ക് മാത്രമേ അതിൻ്റെ ശരിതെറ്റുകൾ അറിയുള്ളൂ. നമുക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കാത്തത് പലതും നമ്മൾക്ക് വെറും കഥകളാണ്. അപ്പോൾ അത്തരം കഥകളിൽ നമ്മളായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാതെ ലെറ്റ് ഹർ ലീഡ് ദ ലൈഫ്. അവളുടെ ലൈഫ് അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുക. ഈ പറഞ്ഞ സമൂഹം എന്താ പറയുക, ഇപ്പം പാലക്കാടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട്, ലൈക്ക് എന്താ അല്ലേ മകൾ കെട്ടിത്തീർത്ത് വന്നിരിക്കുക, ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നൊക്കെ ചോദിക്കും. എന്താ കാട്ടുക? ഈ സൊസൈറ്റി എന്ത് ചെയ്യും? നീ ഓക്കെ ആണോ എന്നുള്ള ഒരു വാക്ക് ചോദിക്കാൻ ഈ പറഞ്ഞ സമൂഹത്തിൽ ആരും ഉണ്ടാവില്ല. പകരം ഈ പറഞ്ഞ സമൂഹത്തിൽ ആൾക്കാരുള്ളത് എന്തിനാണ്? അവൾ അല്ലെങ്കിലേ തൻ്റെ ഇടയാണ്, അവളുടെ സ്വഭാവം അല്ലെങ്കിലേ ശരിയല്ല, അവൾ അല്ലെങ്കിലേ പ്രശ്നക്കാരിയാണ്. അങ്ങനെ കുറേ ക്യാരക്ടറൈസേഷൻ ഈ പെൺകുട്ടിക്ക് ചാർത്തി കൊടുത്ത് അവളെ സമൂഹത്തിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ കണ്ണിൽ ഒരു മോശക്കാരിയായി ചിത്രീകരിക്കാൻ പറ്റാവുന്നതൊക്കെ നമ്മൾ ഈ പറഞ്ഞ സമൂഹം ചെയ്തു കൊടുക്കും. അല്ലാതെ നീ ഓക്കെ ആവാൻ ഞങ്ങൾ എന്ത് ചെയ്തു തരണം എന്ന് ആരും ചോദിക്കാനില്ല. ഉണ്ടോ? ഇല്ല, ആരും ചോദിക്കാനില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടുകാരുടെ അവരുടെ ഇൻലോസിൻ്റെ അബ്യൂസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുടുംബം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് എന്താ പറയുക സംരക്ഷിക്കുന്ന ഓരോ പെൺകുട്ടികളെയും അവളുടെ ജീവിതം അവൾ നിശ്ചയിക്കാൻ സമൂഹം എന്ന നമ്മൾ ഓരോരുത്തരും അനുവദിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഓരോ പെൺകുട്ടികളും കടന്നു പോകുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഈവൻ ലീഗൽ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇവളെ കൈ ചൂണ്ടി ഇവള് പ്രശ്നക്കാരിയാണ് എന്ന് ചിത്രീകരിക്കാതെ, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ആസ്പെക്റ്റോ കാരണം ആ ഫാമിലിക്ക് പ്രഷർ കൊടുക്കാതെ നമ്മളെല്ലാവരും അവരവരുടെ ജീവിതം അവരവർ തിരഞ്ഞെടുത്ത പോലെ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്ത് മാറ്റങ്ങൾ ഉണ്ടാവും. ഒരിക്കലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ വാർത്താ പ്രാധാന്യം കുറഞ്ഞ സംഭവമാണ് അതുകൊണ്ട് ഇതിപ്പോൾ ഇനി നമ്മൾ നോക്കിക്കാണേണ്ടതില്ല അല്ലെങ്കിൽ ഇത് നമ്മൾ ഇനി അഡ്രസ്സ് ചെയ്യേണ്ടതില്ല എന്ന് വിചാരിക്കാതെ ഇത് പെൺകുട്ടികളുള്ള എല്ലാ വീട്ടിലും ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായി കണ്ട് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാധ്യത തീർന്നു എന്ന് വിചാരിക്കാതെ അവൾ സേഫാണോ അല്ലെങ്കിൽ അവൾ ഓക്കെ ആണോ എന്ന് നിരന്തരമുള്ള ഒരു പുനഃപരിശോധന പേരൻസിൻ്റെ ഭാഗത്തു നിന്നും, ഒപ്പം നമ്മുടെ ജീവിതമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് എത്തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഒരിക്കലും നമ്മുടെ സന്തോഷത്തിൻ്റെ ചാവി മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത് അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാതിരിക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞ നാർസിസ്റ്റിക് അബ്യൂസിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വിക്ടിം പാർട്ട്നർ സ്റ്റാർട്ടഡ് ടു ലൂസ് their confidence, their personality, even their identity. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം ഐഡൻറ്റിറ്റിയും പേഴ്സണാലിറ്റിയും ഒക്കെയും അടിയറവ് പറഞ്ഞിട്ട് പ്രണയത്തിന് വേണ്ടി, അതായത് ഈ ട്രോമ ബോണ്ട് വിക്ടിം പാർട്ട്നേഴ്സിൻ്റെ കണ്ണിൽ പ്രണയമായിട്ടാണ് കാണുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രണയത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, വ്യക്തിത്വത്തിനോ ഐഡൻറ്റിറ്റിക്കോ ഒന്നും പ്രസക്തി ഇല്ലാത്ത ഒരു സ്ഥലത്ത് പ്രണയത്തിന് എന്താണ് പ്രസക്തി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആരും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കേണ്ട. അങ്ങനെ ആഗ്രഹിക്കാതെ പുറത്ത് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ ചേർത്ത് പിടിക്കുക മാതാപിതാക്കൾ. അങ്ങനെ വരുന്ന സമയത്ത് സൊസൈറ്റി മനസ്സിലാക്കുക അത് അവളുടെ ജീവിതമാണ് അല്ലെങ്കിൽ അത് അവരുടെ ജീവിതമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിച്ചോട്ടെ, ഞാൻ എന്തായാലും 10 പൈസ അവർക്ക് ചിലവിനൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവരുടെ ജീവിതത്തിനെ പറ്റി കമൻറ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ലൈഫ് ബ്യൂട്ടിഫുൾ ആവും. മറ്റൊരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ അടക്കമുള്ളൊരു സൊസൈറ്റി കാരണമാവാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ ആൻഡ് ബൈ.